Hello my cooking lovers, welcome back to our channel Ritushan Taste World. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു അടിപൊളി കൊറിയൻ മഷ്റൂം റൈസിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കാണാം എങ്ങനെയാണ് ഈ ഒരു ടേസ്റ്റി മഷ്റൂം റൈസ് ഉണ്ടാക്കണേന്ന്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ സെർച്ച് ചെയ്താൽ കൊറിയൻ റൈസ് കിട്ടും. അവരുടെ ഒരു ജാസ്മിൻ റൈസ് എന്ന് പറഞ്ഞിട്ട് റൈസ് വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ അത് വാങ്ങാൻ പറ്റുന്നവർ അത് വാങ്ങിയിട്ട് അങ്ങനെ ചെയ്ത് നോക്കൂ. ഞാനിപ്പം ബസ്മതി റൈസിലാണ് ചെയ്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നെയ്ച്ചോറിൻ്റെ അരിയില്ലേ കൈമ റൈസ് അതും എടുത്ത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് മഷ്റൂം റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പാൻ എടുത്ത് വെക്കണമായിരിക്കും നല്ലത്, കാരണം നമ്മൾ ഇതിനകത്താണ് റൈസും വേവിക്കുന്നത്. പാൻ നന്നായിട്ടൊന്ന് ചൂടായി അതിനകത്തുള്ള വെള്ളമൊക്കെ വറ്റിക്കഴിയുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒലീവ് ഓയിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്, 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം. ടേസ്റ്റ് കൂടുതലും കുറച്ചുകൂടി ഒലീവ് ഓയിലാണ് ടേസ്റ്റ്. ഇനിയിപ്പം നിങ്ങൾക്ക് ഒലീവ് ഓയിൽ ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ഒരു 2-3 വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, അതുപോലെ ഒരു മീഡിയം സൈസ് ഇഞ്ചി, ഒരു മീഡിയം സൈസ് വലിയ ഉള്ളിയില്ലേ ബിഗ് ഓണിയൻ, അത് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തത്. ഒരുപാട് വലിപ്പമുള്ള വലിയ ഉള്ളിയല്ല എടുത്തിരിക്കുന്നത്, ചെറിയൊരു മീഡിയം സൈസ് ചെറിയൊരു ഉള്ളി. ഇപ്പോൾ വലിപ്പമുള്ളതാണെങ്കിൽ അതിൻ്റെ ഒരു 1/4 ഭാഗം മതിയാവും. ഇനിയിപ്പോൾ മീഡിയം സൈസ് ആണെങ്കിൽ അതിൻ്റെ പകുതി മതിയാവും. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഓയിലിൽ കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് സോട്ടാവണം. അതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള മഷ്റൂം എടുക്കാം. അപ്പോൾ മഷ്റൂം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നോർമൽ നമ്മളിപ്പം കടയിൽ നിന്നൊക്കെ നമുക്ക് വീട്ടിൽ കൃഷി ചെയ്യുന്ന കൂണുണ്ടല്ലോ, പാൽക്കൂണ്, അതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പല ടൈപ്പ് കൂണ് വാങ്ങാൻ കിട്ടും. ഇപ്പോൾ പുറത്തൊക്കെ നിൽക്കുന്നവർക്കാണെങ്കിൽ പല ടൈപ്പ് ബട്ടർ മഷ്റൂം അങ്ങനെ പല തരത്തിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഏത് മഷ്റൂംസ് വേണമെങ്കിലും മിക്സ്ഡ് ആക്കിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു ടൈപ്പ് മഷ്റൂം തന്നെ എടുക്കണമെന്നില്ല, 2-3 വെറൈറ്റി ആയിട്ടുള്ള മഷ്റൂംസ് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് എടുക്കാം. അപ്പോൾ മഷ്റൂം ഇട്ട് കൊടുത്തു. മഷ്റൂമും അതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വെള്ളം ഒന്ന് വലിയണം. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ പെട്ടെന്ന് ഒരുപാടൊന്നും ഉപ്പിട്ട് കൊടുക്കണ്ട, കുറച്ച് ജസ്റ്റ് ഇതൊന്ന് വഴന്ന് ഒരു എന്താ പറയുക അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറിയിട്ട് വാടി വരാനായിട്ട് മാത്രമാണ് അത്യാവശ്യം ഒരു ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വരാനായിട്ട് ഏകദേശം ഒരു 5-10 മിനിറ്റ് സമയം എടുക്കും. പെട്ടെന്ന് ഇട്ടപാടത് വഴന്ന് വരുമൊന്നുമില്ല, കാരണം മഷ്റൂം ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആവുകയും ചെയ്യും, എന്നാൽ ഇച്ചിരി സമയം വേണം. അപ്പോൾ നമ്മുടെ മഷ്റൂം ഇത് ഏകദേശം ഒന്ന് ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് അധികം മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. കുറച്ച് പെപ്പർ പൗഡർ ചേർക്കും, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കും. പിന്നെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസാണ്. ബ്ലാക്ക് സോയാ സോസ് 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ലൈറ്റ് സോയാ സോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ഫൈനൽ നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, കാരണം അത് വഴന്ന് വരാനായിട്ട്. ഇനിയിപ്പോൾ സോയാ സോസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഞാൻ കഴുകിയിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് വാർത്ത് വെച്ചിട്ടുള്ള റൈസാണ്, ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാസ്മിൻ റൈസ്, കൊറിയൻ റൈസ് വാങ്ങാൻ കിട്ടും. അത് കുറച്ച് സ്റ്റിക്കിയാണ്. അപ്പോൾ ആ ഒരു സ്റ്റിക്ക്നെസ് എന്തായാലും നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, കുട്ടികൾക്കായാലും വലിയ താല്പര്യം ഉണ്ടാവില്ല. നമുക്ക് വേണമെങ്കിൽ കൈമ റൈസ് അല്ലെങ്കിൽ ജീരകശാല റൈസ് എടുക്കാം, അല്ലെങ്കിൽ ഈ ബസ്മതി റൈസ്
വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റായിട്ട് കിട്ടുക. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ റൈസും ഈ മഷ്റൂമും ഈ സോയാ സോസും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് അതിനകത്ത് റൈസിൽ വെള്ളമൊന്നും ഒഴിക്കാണ്ട് തന്നെ ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉപ്പ് നമ്മൾ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കൊരു 3-4 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. കുറച്ച് സ്പൈസസാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്, ഒരുപാടൊന്നുമില്ല. 3-4 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ട, പിന്നെ 2-3 ഏലക്ക, അതുപോലെ നമ്മുടെ തക്കോലത്തിൻ്റെ കുഞ്ഞി പീസ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഇന്നത് വേണമെന്നില്ല. ഇപ്പോൾ ഏലക്കായ ഗ്രാമ്പും ഒക്കെ അധികം വീട്ടിലുണ്ടാവും. അപ്പോൾ അതിലുള്ള സ്പൈസസ് ഇട്ട് കൊടുത്താലും മതി. ഇപ്പോൾ സ്പൈസസ് ഇല്ലയെന്ന് വെച്ചിട്ട് ഈ ഒരു റൈസിന് ടേസ്റ്റ് ഇല്ലാണ്ടൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു 2-3 ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിസ്മിസൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കിസ്മിസൊന്നും അധികം അങ്ങ് ചേർത്ത് കൊടുക്കുന്നില്ല, ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. പ്ലെയിനായിട്ട് ഈ ഒരു മഷ്റൂം നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്നും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് നമ്മൾ എത്ര കപ്പ് റൈസാണോ എടുത്തിട്ടുള്ളത് അതിന് കണക്കായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 2 കപ്പിനടുത്ത് റൈസാണ് എടുത്തിട്ടുള്ളത്. ബസ്മതി റൈസ് ആയതുകൊണ്ട് തന്നെ അതിന് കണക്കായിട്ട് നമ്മളൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഉപ്പ്, എൻ്റെ അഭിപ്രായത്തിൽ റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് നമ്മൾ ഉപ്പങ്ങ് ഇടണമെന്നില്ല. അത്യാവശ്യം ഒരു ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് ആ ഒരു റൈസിൽ പിടിക്കുന്ന പോലെ മാത്രം ഇട്ടാൽ മതിയാവും. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത്, ഹൈ ഫ്ലെയിമിലല്ല വെക്കുന്നത്. ഇനിയിപ്പം അഥവാ നിങ്ങളൊരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് തിളച്ച് കഴിയുമ്പം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഫൈനലായിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പ്രക്രിയ എന്താ വെച്ചാൽ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ചെറിയുള്ളി അല്ല വെള്ളിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഒന്ന് ഓയിലിൽ സോട്ട് ചെയ്തു. അതിനുശേഷം മഷ്റൂം ഇട്ട് കൊടുത്തു, പിന്നെ സോയാ സോസ് ഒഴിച്ചു. അപ്പോൾ ഇത് വാടാനായിട്ട് നമ്മൾ അതിന് മുന്നേ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം റൈസും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഗ്രാമ്പും പട്ടയും ഏലക്കായ ഇട്ട് കൊടുത്തു. വെള്ളം ഒഴിച്ചിട്ട് റൈസ് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചു. അപ്പോൾ ഈ ഒരു റൈസ് അധികം പൊടിഞ്ഞ് പോവാണ്ട് തന്നെ നമുക്ക് കിട്ടും, പെർഫെക്റ്റായിട്ട് കിട്ടും. ഈ ഒരു അളവിൽ, കറക്റ്റ് അളവിൽ നിങ്ങൾ വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ആദ്യത്തെ ഒരു 5 മിനിറ്റ് നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ നിങ്ങളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചാൽ മതിയാവും കേട്ടോ. ഇടയ്ക്കൊന്ന് എടുത്ത് ഇളക്കി കൊടുക്കാൻ വേണം. അപ്പോൾ ഇതിനകത്ത് ഉപ്പുണ്ടല്ലോ, പൊടിയുപ്പോ കല്ലുപ്പോ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. കല്ലുപ്പാണ് നല്ലത്. എനിക്ക് പക്ഷേ അളവ് അധികം എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർക്കും പൊടിയുപ്പായിരിക്കും അളവ് മനസ്സിലാവുന്നത്. കല്ലുപ്പ് ഇട്ട് ഉണ്ടാക്കുന്നതാണ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എനിക്കും അളവ് ഇത്ര അറിയില്ല. അപ്പോൾ കല്ലുപ്പിട്ടിട്ട് അളവ് കിട്ടുന്നവരാണെങ്കിൽ കല്ലുപ്പിട്ട് കൊടുത്താൽ മതി. അതിന് കണക്കായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്, നന്നായിട്ട് തന്നെ വറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയും അതുപോലെ ഒന്ന് വെതറി ഇട്ട് കൊടുക്കാം, ചെറിയൊരു ഡെക്കറേഷന്. എന്നിട്ട് ഇത് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ച് ഇളക്കിയിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഷ്റൂം റൈസ് ഇവിടെ റെഡിയായി. അപ്പോൾ ഇപ്പോൾ തന്നെ വെള്ളമൊക്കെ ഏകദേശം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതാ റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒരുപാട് വെന്തുടഞ്ഞ് പോയിട്ടില്ല, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ആ ഒരു റൈസ്. നമ്മളിപ്പം കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ റൈസ് ഇങ്ങനെ മണിമണിയായിട്ട് നിൽക്കണമെന്നില്ലേ, അതുപോലെ തന്നെ ആയിട്ടുണ്ട്, നല്ല പെർഫെക്റ്റായിട്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ നമ്മുടെ തേങ്ങാ ചമ്മന്തി അല്ലെങ്കിൽ സോയാ സോസിൽ വിനെഗർ ഒഴിച്ചിട്ട് കുറച്ച് കാന്താരി അല്ലെങ്കിൽ പച്ചമുളക് കട്ട് ചെയ്തിട്ടിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഞാൻ ചുമ്മാ ഒന്ന് അടച്ച് വെക്കുകയാണ്. ഇനി നമ്മൾ കുട്ടികൾക്ക് അത് കൊടുക്കുന്ന സമയത്ത് സെർവ് ചെയ്താൽ മതി. ടിഫിൻ ബോക്സിൽ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ചെറിയ മസാല അല്ലെങ്കിൽ ഈ മഷ്റൂമിൻ്റെ തന്നെ മസാല ഇതിൻ്റെ നല്ല കോമ്പിനേഷൻ. അതായത് നമ്മൾ സവാളയൊക്കെ ഇട്ട് വഴറ്റിയിട്ട് മഷ്റൂം ഇട്ട് കുറച്ച് ഈ മീറ്റ് മസാലയൊക്കെ ഇട്ട് മഷ്റൂം ഉണ്ടാക്കില്ലേ, ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്താൽ ഇതിന് നല്ലൊരു കോമ്പിനേഷനാണ്.
ടൊമാറ്റോ സോസ് വെച്ചിട്ട് സെർവ് ചെയ്യുക. കുട്ടികൾക്ക് എന്താണോ ഇതിൻ്റെ കൂടെ കഴിക്കാൻ. തൈര് വേണമെന്നില്ല, തൈര് വേണ്ട, ടൊമാറ്റോ സോസാണ് ശരിക്കും നല്ല ഒരു കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. അടുത്തൊരു നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ ഫ്രം സബി. ഞാനിപ്പോൾ ഇവിടെ ടിഫിനിൽ കൊടുത്തിരിക്കുന്നത് ആ മഷ്റൂം തന്നെ ഞാൻ വേറെ കുറച്ച് മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാട്ടോ ടിഫിനിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. Bye.